കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെയും 10-ാമത്തെയും വാക്യത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 12 വേഴ്സ് 9 and 10, 9-10 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നെന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകും. വളരെ പരിചിതമായ ഒരു ദൈവവചനത്തിലാണ് നമ്മുടെ ചിന്തകൾ നമ്മളിപ്പോൾ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഈ വാക്യത്തിനകത്തു നിന്ന് ആഴമേറിയ ചില ആത്മിക സന്ദേശങ്ങൾ പരിശുദ്ധാത്മാവിന് നമ്മളോട് സംസാരിക്കാനുണ്ട്. പൗലോസ് ബൈബിളിൽ ഭൗതിക കാര്യങ്ങളും ആത്മീയ കാര്യങ്ങളും വെളിപ്പെടുത്തുന്ന ധാരാളം ഭാഗങ്ങൾ ഈ കൊരിന്ത്യ ലേഖനത്തിലുണ്ട്. എന്നാൽ ഇവിടെ പൗലോസ് ഈ അധ്യായം തുടങ്ങുമ്പോൾ, സ്തോത്രം, പൗലോസ്ലീഹ 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവിൻ്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു. കർത്താവിൻ്റെ ദർശനങ്ങളെക്കുറിച്ചും വെളിപ്പാടുകളെക്കുറിച്ചും പറയാൻ പോകുക. ഒരാത്മീകനെ സംബന്ധിച്ച് അവന് ഭൗതിക അനുഭവങ്ങളുമുണ്ട്, ആത്മീക അനുഭവങ്ങളുമുണ്ട്. അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ, നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മീക അനുഭവം ഉണ്ടായിട്ടുണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. ഞാനിപ്പോഴും ഓർക്കുന്നു, ഒരിക്കലൊരു ഫാമിലി എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്ന സമയത്ത് അദ്ദേഹം ഒരു സ്കൂളിലെ ടീച്ചറാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, കുറച്ച് നാൾ മുമ്പ് ഞാൻ അത്ര വലിയ ആത്മീയനൊന്നും അല്ലായിരുന്നു. ഞാനൊരു ചർച്ചിൽ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിലും സ്നാനപ്പെട്ടുണ്ടെങ്കിലും അഭിഷേകം പ്രാപിച്ചെങ്കിലും ഞാൻ വലിയ ആത്മീയനൊന്നുമായിരുന്നു. പക്ഷേ രാത്രി ഒരു 1:45 എൻ്റെ അടുക്കൽ ആരോ വന്നെൻ്റെ നെഞ്ചത്ത് തൊടുന്നൊരു ഫീലുണ്ടായി. ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ശുഭ്രവസ്ത്രധാരിയായ ഒരാൾ എൻ്റെ നെഞ്ചത്ത് തൊട്ടു. 2 മിനിറ്റ് കൊണ്ട് ഞാൻ ഞെട്ടി എഴുന്നേറ്റു. പിന്നെ പാസ്റ്റർ, ഇപ്പോഴും ആ കൈ എൻ്റെ നെഞ്ചത്ത് തന്നെ ഇരിക്കുക. ഞാൻ ചോദിച്ചു, എത്ര കൊല്ലമാ? ഇത് 3.5 കൊല്ലം മുമ്പ് നടന്ന സംഭവമാണ് കേട്ടോ. അതൊരു ആത്മീയ അനുഭവമാണ്. യാക്കോബിനോട് നിങ്ങൾ ചോദിച്ചാൽ യാക്കോബ് പറയും, ഒത്തിരി ദൈവം അനുഗ്രഹിച്ചാലും മറക്കാനൊക്കാത്തൊരു അനുഭവം ഉണ്ട്. എവിടെയാണെന്നറിയാമോ? യാബോക്കടവിൻ്റെ തീരത്ത് വെച്ച് തമ്പുരാനൊരു തൊടിയിൽ തൊട്ടു. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ദൈവത്തിൻ്റെ ദൂത് പറയാം, നിങ്ങൾക്കും ചില ആത്മീയ അനുഭവങ്ങൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് തരട്ടെ. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുമല്ല, ചില ആത്മീക നേട്ടങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കട്ടെ. പൗലോസ് താഴോട്ട് തൻ്റെ ലേഖനത്തിനകത്ത് കൊരിന്ത്യയിലെ സഭയോട് പറയുകയാണ്, ഞാൻ ഇനി കർത്താവിൻ്റെ ദർശനങ്ങളെക്കുറിച്ചും വെളിപ്പാടുകളെക്കുറിച്ചും പറയാൻ പോവുക. ദൈവത്തിന് സ്തോത്രം. അനുഭവം ഉള്ളവർക്കേ പറയാൻ പറ്റത്തുള്ളൂ. അനുഭവം ഇല്ലാത്തവർക്ക് വായിച്ച് പഠിച്ചതേ അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് യഹോവ നല്ലവനെന്ന് എന്താ ചെയ്യണം? വായിച്ചറിഞ്ഞാൽ പോരാ, രുചിച്ചറിയണം. ഒന്ന് അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചാൽ, വായിച്ചറിയുന്ന ആളാണോ രുചിച്ചറിയുന്ന ആളാണോ എന്ന് ചോദിച്ചേ. സ്തോത്ര. പേപ്പറിൽ പഞ്ചസാരയെന്ന് എഴുതി തന്നാൽ പഞ്ചസാരയുടെ ടേസ്റ്റ് മനസ്സിലാകത്തില്ല. പക്ഷേ അത് നാക്കിലോട്ട് ഒരു നുള്ളൊന്ന് ഇട്ട് നോക്കിയാൽ അതിൻ്റെ രുചി ആസ്വദിക്കാം. ദൂരം നിന്ന് ഫോട്ടോയിൽ കാണുന്ന യേശുവിനെ അറിയത്തുള്ളോ, ട്രാക്റ്റിൽ കാണുന്ന യേശുവിനെ അറിയത്തുള്ളോ, അല്ല ബൈബിളിൽ കിടക്കുന്ന യേശുവിനെ അറിയത്തുള്ളോ, അതോ ജീവിത അനുഭവങ്ങളിൽ യേശു ഉണ്ടോ? ഓ ഹല്ലേലൂയ. മനസ്സിലായി വരുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ഒരു വീട്ടിൽ ഒരപ്പനും അമ്മയ്ക്കും 4 പിള്ളേർ ജനിച്ചാൽ 4 പേർക്കും അനുഭവം ഉണ്ടാവണമെന്നില്ല, പക്ഷെ ഒരാൾക്ക് അനുഭവം ഉണ്ടാവും. എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടും ദൈവത്തിന് മുമ്പിൽ ഓടിക്കൂടി എന്തിനാ? യേശുവിനെ രുചിച്ച അനുഭവം ഉള്ളായോണ്ടാണ്. സ്തോത്രം. ഞാനൊരിക്കൽ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുമ്പം 79 വയസ്സുള്ളൊരു അമ്മച്ചി, സ്തോത്രം, 3 ദിവസത്തെ ഉപവാസത്തിൻ്റെ 3-ാമത്തെ ദിവസം ഉപവാസം ഉച്ചയ്ക്ക് കഴിയുന്ന സമയത്ത് എൻ്റെ അടുക്കൽ വന്നിട്ട് പറയുക, പാസ്റ്ററെ, സ്തോത്രം, ഈ പ്രായത്തിലും 3 ദിവസം പൂർണ്ണമായി ഉപവസിക്കാൻ ദൈവം കൃപ തന്നു. അപ്പം ഞാൻ ചോദിച്ചു, അയ്യോ അമ്മച്ചി 3 ദിവസം ഫുൾ ഫാസ്റ്റിംഗ് ആയിരുന്നോ? ഞാൻ പോലും വൈകിട്ട് 1 നേരം കഴിച്ചായിരുന്നു. ഓ ദൈവത്തിന് സ്തോത്രം. അപ്പം നമ്മൾ ചിന്തിക്കുന്ന ഇച്ചിരി പ്രായമൊക്കെ ആയല്ലോ, ഇനി 1 നേരം കഴിക്കാവുന്ന. പക്ഷേ അമ്മച്ചി 80 അടുക്കുന്ന സമയത്ത് 3 ദിവസം. അപ്പം ഞാൻ ചോദിച്ചു, സ്തോത്രം, അമ്മച്ചി അങ്ങനെ ഉപവസിക്കാൻ കാര്യം എന്നാ? വീട്ടുകാർ പോലും അറിഞ്ഞിട്ടില്ല. ഞാൻ ചോറുമായി പെരയ്ക്കകത്ത് കയറിയച്ച്, സ്തോത്രം, അത് കളഞ്ഞത് എഴുതിയാന്നൊന്നും ഞാൻ പറയത്തില്ല പാസ്റ്ററെ. അങ്ങനെ കളഞ്ഞിട്ട് പാത്രം കഴുകിക്കൊണ്ട് ചെന്നിട്ട് പറയും, കഴിച്ചെന്ന് പറയും. അങ്ങനെ 3 ദിവസം ഉപവസിച്ച്. ഞാൻ ചോദിച്ചു, അതെന്നാ കാര്യം? അന്നേരം പറഞ്ഞു, എൻ്റെ 2-ാമത്തെ മകളുടെ കുഞ്ഞ്
ദൈവത്തിന് സ്തോത്രം. അവൾക്കൊരു രോഗമുണ്ട്, രോഗം പറയാൻ പറ്റത്തില്ല, ആ രോഗത്തിന് മരുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ആ അമ്മച്ചി പറയുക, ഞാൻ വിശ്വാസത്തിൽ വന്നപ്പം ഈ അമ്മയ്ക്ക് ദൈവത്തിന് സ്തോത്രം ഒരു ലിവർ സിറോസിസ് കയറി പിടിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇതുപോലെ 3 ദിവസം ഉപവസിച്ച് അടുത്ത ടെസ്റ്റ് നടത്തിയപ്പോൾ ആ രോഗമില്ലെന്ന് ഡോക്ടർ എഴുതി തന്നു. എൻ്റെ മകൾക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം എൻ്റെ കൊച്ച് അനുഭവം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാട്ടുകാർക്ക് യേശുവിനെ അറിയാം, നിന്റെ അപ്പുറത്തെ വീട്ടുകാർക്ക് യേശുവിനെ അറിയാം, നിനക്ക് യേശുവിനെ അറിയുക മാത്രമല്ല അനുഭവമുണ്ട്. മനസ്സിലായവരെ സ്തോത്രം ചെയ്യാം. ആർക്കുമില്ലാത്ത അനുഭവം നിനക്ക് ദൈവം തന്നു. എന്തിനാണെന്നറിയാമോ? നീ അവരെ പോലെ ആകാതിരിക്കാനാ. നീ അവരുടെ കൂട്ടാകേണ്ടവനല്ല, കാരണം നിനക്ക് അനുഭവമുണ്ട്. സ്തോത്രം. നിങ്ങൾ നോക്കി, നമ്മളാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് നടക്കാത്ത കാര്യങ്ങളിലും കൂടെ ചിലർ മാല പോലെ കൊരുത്ത് കഴുത്തേലിട്ടുകൊണ്ട് യോഗത്തിന് വരും. അവർ വന്നിട്ട് പറയാം, എൻ്റെ പൊന്നു പാസ്റ്ററെ സ്തോത്രം, കഴിഞ്ഞ വർഷം വീണായിരുന്നു, കഴിഞ്ഞ വർഷം നടുവിനുവേദന വന്നായിരുന്നു, കഴിഞ്ഞ വർഷം മോൻ അപകടം ഉണ്ടായായിരുന്നു, കഴിഞ്ഞ വർഷം പണനഷ്ടം വന്നായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം ബന്ധനം ഉണ്ടായായിരുന്നു. എന്നാൽ അതിനിടയ്ക്ക് നിന്ന് വിടുതലെല്ലാം കൂടെ കോർത്തൊന്ന് കഴുത്തേ ഇട്ടായിരുന്ന വിടുതൽ കിട്ടിയേനെ. ഒരാമയും പറഞ്ഞാട്ടെ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നടക്കാത്ത കാര്യം പൊക്കി പിടിച്ചുകൊണ്ട് നടക്കരുത്. നടന്ന കാര്യത്തിന് സ്തോത്രം ചെയ്യണം. അതിനർത്ഥം ഇത് നടന്നെങ്കിൽ അടുത്തതും ദൈവം നടത്തി തരുമെന്നാ. സ്തോത്രം. ഞാൻ ഈ ദൂതെടുക്കുമ്പോൾ ചിലരോട് പ്രവചിച്ച് പറയാം, ആർക്കുമില്ലാത്ത ചില ആത്മിക അനുഭവം നിനക്ക് ഈ ദിവസങ്ങൾ ഉണ്ടാകാൻ പോവുക. ഇന്നലകളിലെ പ്രാർത്ഥനകളിൽ ലഭിക്കാത്ത ചില വലിയ നടത്തിപ്പുകളും നിയോഗങ്ങളും പ്രാർത്ഥിക്കുന്ന നിന്റെ അന്തരാത്മാവിൽ. ഓ ഹല്ലേലൂയ, സ്തോത്രം. ഒരിക്കൽ 18 വയസ്സുള്ളൊരു മോക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവിടെ വീട്ടിൽ ചെന്നപ്പോൾ കർത്താവിന് സ്തോത്രം അവിടെ ദൈവത്തിന് സ്തോത്രം ബ്രദർ എന്നെ ദുബായിൽ നിന്ന് വളരെ നിർബന്ധിച്ച് അവരുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വിട്ടതാ. ചെന്നപ്പം ആ കുഞ്ഞിൻ്റെ വലത്തെ കാലിൻ്റെ ബലം നഷ്ടപ്പെട്ടിട്ട് ഒരു വടിയുടെ സഹായത്തോടെ ദൈവത്തിന് സ്തോത്രം നടക്കുന്ന ഒരു മോളാണ്. അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെന്നപ്പം ദൈവത്തിന് സ്തോത്രം, നിങ്ങൾ സത്യം, അവൾ കട്ടിലേ ഇരിക്കുക, അവിടെ അപ്പൻ റൈറ്റ് സൈഡിൽ കസാറ ഇട്ടിരിക്കുക, ഇപ്പുറത്ത് അമ്മ ഇരിക്കുക, ഞാനും ഇരിക്കുക. ഞങ്ങളിങ്ങനെ കസാറ ചുറ്റുവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ഞാൻ അവരോട് ചോദിച്ചു, സ്തോത്രം, ദൈവം ഒരു അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉടനെ ആ പുള്ളിക്കാരൻ ചെയ്യുക, ദൈവം അത്ഭുതം ചെയ്യാതെ എവിടെ പോവാനാ? ഞാൻ ചോദിച്ചു, അതെന്നെ അങ്ങനെ പറഞ്ഞേ? അതെ, 6 വർഷം മുമ്പ് ഞാൻ 3.5 വർഷം തളർന്ന് ഈ കട്ടിലേ ഇരുന്ന ആളാ. ഇപ്പം കണ്ടോ, സൈക്കിൾ ചവിട്ടി ജോലി ചെയ്യുന്നവനാ. എൻ്റെ അസ്ഥിയെ ബലപ്പെടുത്തിയെങ്കിൽ എൻ്റെ കണ്ടോ അനുഭവം. അവിടെ ചെന്നാൽ അറിയാതെ പ്രാർത്ഥിക്കാൻ തോന്നും. ഓ യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം. ഞാനൊരു ചോദ്യം ചോദിക്കാം, ഒരിക്കലെങ്കിലും നിനക്കൊരു ആത്മിക അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരാമയും വരുന്നില്ല. ചിലരുടെ ദർശന തലങ്ങൾ തുറന്നു വരട്ടെ. ഏത് മുറിക്കകത്ത് ശത്രു നിന്നെ ഒതുക്കിയോ അതേ മുറിക്കകത്ത് ഏത് വീടിന് ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. എവിടൊക്കെയോ ഭയങ്കര ദൈവനിയോഗം പരിശുദ്ധാത്മാവിനെ കാണിക്കുക. ചില ശരീരങ്ങളിൽ അനുഭവങ്ങൾ ഉണ്ടാകാൻ പോവുക. നിന്റെ പ്രാർത്ഥനാ മുറി സ്വർഗതുല്യമാകാൻ പോവുക. യോഹന്നാൻ പ്രാർത്ഥിച്ചാൽ മാത്രമല്ല സ്വർഗം തുറക്കുന്നേ, നീ പ്രാർത്ഥിച്ചാലും തുറക്കും. യേശുവിൻ്റെ നാമത്തിൽ നീ പ്രാർത്ഥിക്കുമ്പോഴും. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ ചർച്ചിലൊരു വീട്ടിൽ ഹൗസ് വാമിങ് നടത്തിയപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. പക്ഷെ അവരുടെ കോട്ടേജ് മീറ്റിങ്ങിന് ചെന്നപ്പോൾ സ്തോത്രം ആ പുള്ളിക്കാരത്തി പറഞ്ഞു, എനിക്ക് പാസ്റ്ററുടെ മുമ്പിൽ ഒന്ന് സാക്ഷി പറയണം. അപ്പം ജോഷി പാസ്റ്റർ പറഞ്ഞു, ഞാൻ പറഞ്ഞാട്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരത്തി എഴുന്നേറ്റ് നിന്ന് ബൈബിളിൽ നിന്ന് ഒരു പഴയ പേപ്പർ എടുത്ത് നിവർത്തി കാണിച്ചു. എന്നിട്ട് പുള്ളിക്കാരത്തി പറഞ്ഞു, സ്തോത്രം, ഒരു വാടക വീട്ടിൽ താമസിക്കുമ്പം ഞങ്ങളുടെ പാസ്റ്റർ എന്നും വിശ്വാസം പറയണമെന്ന് പറയും. ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഒരു വീടിൻ്റെ പ്ലാൻ വരച്ചു. വീടിൻ്റെ ഫോട്ടോ ഒന്നുമില്ല, ബെഡ്റൂം ഇത്ര വേണം, പ്രാർത്ഥനാ ഹോൾ ഇത്രയും വേണം, അങ്ങനെ പറഞ്ഞൊരു പ്ലാൻ വരച്ച് കുറേ വർഷമായിട്ട് എൻ്റെ ബൈബിളിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് നാൾ കഴിഞ്ഞ് ദൈവം ഈ വീട് വെപ്പിച്ചു. അന്നേരം ഈ പ്ലാനൊക്കെ അങ്ങ് മറന്നുപോയി. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഞാനിതെടുത്ത് നോക്കിയപ്പോൾ ഇതിൽ ഞാൻ എന്ത് വരച്ചോ അതേപോലെ ഇവിടെ വീട് വെച്ചേ. കണ്ടോ ദൈവത്തിന് സ്തോത്രം. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ദൂത് പറയാം, നിനക്ക് ചില അനുഭവങ്ങൾ ഉണ്ടാകാൻ പോവാ. നീ പറയുന്ന പോലെ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോവാ നിന്റെ വീടിനകത്ത്. യെസ്, കൃപ കൃപ കൃപ
കൃപ കൃപ. ഒരു വശത്ത് എതിരികൾ നിൽക്കട്ടെ, ഒരു വശത്ത് വെല്ലുവിളികൾ നിൽക്കട്ടെ, ഒരു വശത്ത് ശത്രു നിൽക്കട്ടെ, പക്ഷെ നീ പേടിക്കരുത്. അസാധാരണമായത് എന്തോ നടക്കാൻ പോവുക. നീ ഭയപ്പെടരുത്. നിനക്ക് അനുഭവം ഉണ്ടാവും.